അവള് ഭീഷണി മുഴക്കിക്കോട്ടെ. നമ്മളത് ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി പുറത്തേക്ക് വിട്ടു. അത്ര തന്നെ. അതല്ല പ്രശ്നം. സാവിത്രിയുടെ സ്വഭാവം അവന് മീനാക്ഷിക്ക് സ്വസ്ഥത കൊടുക്കും. മീനാക്ഷിയുടെ അടുത്ത് സാവിത്രിയുടെ അഭ്യാസം ഒന്നും ചെലവാകില്ല. ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ രണ്ട് മീനാക്ഷി തിരിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞത് അതല്ല. എല്ലാം ശാന്തമായി സമാധാനമായി നടക്കണമെന്ന് എന്റെ ആഗ്രഹം. മോള് പറഞ്ഞു വരുന്നത് എന്തായാലും മീനാക്ഷിക്ക് നമ്മൾ കൊടുക്കാൻ നിശ്ചയിച്ചതാ ആ പണം. അത് നമുക്കങ്ങ് കൊടുത്തേക്കാം. അത് മീനാക്ഷിക്കുള്ളത് തന്നെയാ. പക്ഷേ അതിപ്പോ കൊടുക്കാൻ പറ്റില്ല. ഇത്രയും പണം ഇവിടെ ഇരിക്കണ്ടെന്ന് കരുതി നീ അതെന്നെ ഏൽപ്പിച്ചപ്പോഴേ ഒരു വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇനി ഒരു വർഷം കഴിഞ്ഞ് അത് എടുക്കാൻ പറ്റും. മോള് വിഷമിക്കണ്ട. ആ പണം മീനാക്ഷിയുടേത് തന്നെയാ. വേണമെങ്കിൽ അതിന്റെ പാസ്ബുക്ക് നമുക്ക് സാവിത്രി ഏൽപ്പിക്കാം. അതൊന്നും വേണ്ടെന്ന് ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കാം. അമ്മ എനിക്ക് തന്ന സ്വർണ്ണങ്ങളെല്ലാം മണ്ണിന്റെ ലോക്കറിൽ ഇരിക്കല്ലേ? അതെടുത്ത് മീനാക്ഷിക്ക് കൊടുത്താലും അത് മീനാക്ഷിക്കുള്ളതന്നെയല്ലേ? അതുകൊണ്ട് അത് നമ്മുടെ ബാങ്കിന്റെ മോള് സൂക്ഷിച്ചിരിക്കുന്നത്. അതെ. അത് ഞാൻ നാളെ പോയി ലോക്കറിൽ നോക്കാൻ വരാം. നല്ല കാര്യം. സാവിത്രിയുടെ സമാധാനത്തിലല്ല നമ്മുടെ കുഞ്ഞിന് നേരത്തെ തന്നെ അത് കൊടുക്കാൻ. അതെ, അതിലുപരി ആ സാവിത്രിയുടെ വർക്കം തീരും. സ്വർണ്ണല്ലേ? ഹലോ സാവിത്രി. ഇന്ദ്രജൻ, ഒരു നല്ല കാര്യം പറയാനേ ഞാനിപ്പോ വിളിച്ചത്. നല്ല കാര്യം പറ സാവിത്രി. ചെമ്പാറമംഗലത്തിൽ നടന്ന മാനസകുട്ടി നാളെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്.